ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇംഗ്ലണ്ടുമായുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യം വിക്കറ്റ് കീപ്പറും വൈസ് ക്യാപ്റ്റനുമായ ഋഷഭ് പന്തിനേറ്റ പരിക്കാണ്. ആദ്യ ദിനം വിക്കറ്റ് കീപ്പിംഗിനിടെ അദ്ദേഹത്തിന്റെ ഇടത് ചുണ്ടുവിരലിന് പരിക്കേറ്റു. വേദന രൂക്ഷമായതോടെ ഋഷഭ് പിന്നീട് ഗ്രൗണ്ട് വിടുകയും ചെയ്തിരുന്നു. യുവതാരം ധ്രുവ് ജുറലാണ് പിന്നീടുള്ള മുഴുവൻ സെഷനിലും വിക്കറ്റ് കീപ്പിംഗ് ചെയ്തത്. രണ്ടാം ദിനവും അദ്ദേഹം ഇതേ റോളിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ഋഷഭിന് ഇനി ബാറ്റിംഗിലും ഇറങ്ങാനായില്ലെങ്കിൽ ജുറലിന് പകരം കളിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഇതേക്കുറിച്ച് കൂടുതലായി അറിയാം. ഋഷഭ് പന്തിന്റെ പകരക്കാരനായി ധ്രുവ് ജുറലിനു വിക്കറ്റ് കീപ്പറായി തുടർന്നു കളിക്കാമെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഋഷഭ് ഇനി കളിക്കളത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിലും ജുറലിനെ ബാറ്റിംഗിൽ ഉപയോഗിക്കാൻ ടീമിന് സാധിക്കില്ല. ശേഷിച്ച 10 പേരെ മാത്രം വെച്ച് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യേണ്ടതായി വരും. ICCയുടെ നിലവിലെ ടെസ്റ്റ് പ്ലേയിങ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു താരം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി പകരമെത്തിയാൽ മാത്രമേ അയാൾക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഋഷഭിന്റെ കാര്യമെടുത്താൽ കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൺകഷൻ സബ് അനുവദിക്കുകയുമില്ല. ഋഷഭിന്റെ തലയ്ക്കു പരിക്കേൽക്കുകയാണെങ്കിൽ മാത്രമേ കൺകഷൻ സബിനെ അനുവദിക്കുകയുള്ളൂ എന്നും നിയമം പറയുന്നു. നിലവിൽ ഫീൽഡിംഗ് സബ് മാത്രമാണ് ധ്രുവ് ജുറൽ. അതിനാൽ വിക്കറ്റ് കീപ്പർ ആവാനുള്ള അനുവാദം മാത്രമേ ധ്രുവ് ജുറലിനു ഇപ്പോൾ ഉള്ളൂ. ഈ കാരണത്താൽ തന്നെ ഋഷഭ് പന്തിനു ടീമിന് വേണ്ടി തീർച്ചയായും ബാറ്റ് ചെയ്യണമെന്ന് തന്നെയായിരിക്കും ഇന്ത്യയുടെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന് അതിന് കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണുകയും ചെയ്യണം. കളിക്കളത്തിൽ ഒരാൾക്കും വലിയ പരിക്കേൽക്കുകയാണെങ്കിൽ പകരക്കാരനായി അതേ യോഗ്യതയുള്ള താരത്തെ ഇറക്കാമെന്ന ICCയുടെ ഒരു പ്രഖ്യാപനം അടുത്തിടെ വന്നിരുന്നു. ഇതോടെ ഋഷഭിന്റെ കാര്യത്തിലും ജുറലിനെ ഇന്ത്യക്ക് ബാറ്റിംഗിലും ലഭിക്കുമോ എന്നും ആരാധകർ ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ICCയുടെ പുതിയ നിയമം ഒക്ടോബറിൽ മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ. മാത്രമല്ല ഇത് അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ അല്ല, മറിച്ച് ആഭ്യന്തര ക്രിക്കറ്റിലാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. ലോർഡ്സ് ടെസ്റ്റിൽ ഋഷഭ് കളിച്ചില്ലെങ്കിൽ അത് ഇന്ത്യയുടെ വിജയ സാധ്യതകളെ സാരമായി തന്നെ ബാധിക്കും. കാരണം നായകൻ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ ഈ പരമ്പരയിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള ബാറ്ററാണ് ഋഷഭ് പന്ത്. കഴിഞ്ഞ 2 ടെസ്റ്റുകളിലായി 2 സെഞ്ചുറികളും ഒരു 50യുമാണ് ഋഷഭ് അടിച്ചെടുത്ത് കഴിഞ്ഞത്. എഡ്ജ്ബാസ്റ്റണിലെ ആദ്യ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറിയുമായി ഋഷഭ് ചരിത്രം കുറിച്ചിരുന്നു. ഒരു ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി അടിച്ച ലോകത്തിലെ രണ്ടാമത്തെ മാത്രം വിക്കറ്റ് കീപ്പറായി അദ്ദേഹം മാറുകയും ചെയ്തിരുന്നു. ഋഷഭിന്റെ കൈവിരലിനു ഇപ്പോഴുള്ള പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നു വ്യക്തമായിട്ടില്ല. താരത്തിന്റെ പരിക്ക് മെഡിക്കൽ സംഘം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് BCCI അറിയിച്ചിരിക്കുന്നത്. ബാറ്റിംഗിൽ ഋഷഭിന്റെ സേവനം ടീമിന് ഏറെ അനിവാര്യമായതിനാൽ 2 ദിനവും വിക്കറ്റ് കീപ്പിംഗിൽ ധ്രുവ് ജുറൽ തന്നെ തുടരാനാണ് സാധ്യത. ഇന്ത്യൻ ഇന്നിംഗ്സിനു മുൻപ് ഋഷഭിന് പരമാവധി വിശ്രമം നൽകാനും വേദന കുറയ്ക്കാനുമായിരിക്കും ഇന്ത്യയുടെ ശ്രമം.